അഭിരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടർ പനീർ ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായി നുറുക്കി എടുത്തേക്കാണ്. സാധാരണ നമ്മൾ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനീർ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക കൈ വെച്ചിട്ട്. പക്ഷെ ഞാനിപ്പോൾ ചെറിയ പീസുകളാക്കി നുറുക്കി എടുത്തേക്കാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നുകൂടെ അങ്ങ് പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ നുറുക്കിയിട്ടാലും മതി, അല്ലെങ്കിൽ കൈ വെച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ 400 ഗ്രാം പനീറുണ്ട്. ഇതിപ്പം മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഞാൻ എടുത്തേക്കുന്നത്. നേരത്തെ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഇവിടെയും മിൽക്കി മിസ്റ്റിൻ്റെ പനീർ കിട്ടുന്നുണ്ട്. അപ്പം 400 ഗ്രാം പനീർ, അതേപോലെ ഞാൻ അതിനകത്ത് ഒരു 150 ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുകൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അപ്പം സാധാ ഗ്രീൻ പീസ് ചേർക്കരുത്, ഫ്രോസൺ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ 400 ഗ്രാം പനീർ, 150 ഗ്രാം ഗ്രീൻ പീസ്. ഇനി അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് 2 വലിയ സവോള, 2 തക്കാളി, മീഡിയം വലിപ്പമുള്ള 2 തക്കാളി, 2 പച്ചമുളക്, ഈ വലിപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള നാരങ്ങയുടെ നീര് വേണം. ഇത്രയാണ് അതിനകത്ത് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില, അത് ഞാൻ ഇവിടെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ചേർക്കാനുള്ള പൊടിവർഗ്ഗങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊക്കെ പറയാമേ. അപ്പോൾ ഞാൻ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വേഗം നുറുക്കിയെടുത്തിട്ട് വരാം. ഇപ്പം സവോളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബുർജി ഉണ്ടാക്കാൻ നമ്മൾ സവോളയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വേണം നുറുക്കിയെടുക്കാൻ, വലുതാക്കി നുറുക്കരുത്. ഈ ചെറിയ പീസുകളായിട്ട് വേണം നുറുക്കിയെടുക്കാൻ. തക്കാളിയും ഒക്കെ ഇങ്ങനെ തന്നെ നുറുക്കിയെടുക്കണം. പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിയായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം. ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിൽ തന്നെ ചെയ്യണം, വെളിച്ചെണ്ണയിലൊന്നും ചെയ്യരുത് ഈ പനീർ ബുർജിയൊന്നും. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി മൂത്തിട്ട് നമുക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാമേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊക്കെ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാമേ. ഞാൻ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബുർജിക്കൊന്നും ഒരുപാട് എരിവുള്ള റെസിപ്പി അല്ല ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ചേർക്കാൻ. എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കണം, കൂടി പോവാണ്ട്. ഇനി സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. സവോളയൊന്നും നമുക്ക് ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, ഈ ഒരു പാകം മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. ആദ്യമേ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഒരു 2.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി 2.5 ടീസ്പൂണ്. ഇത് ഇത്രയും ഞാൻ 2.5 ടീസ്പൂണൊക്കെ ചേർക്കുന്നത്, ഒന്നാമത് ഇത് പിരിയമുളകായ കാരണം അധികം എരിവ് കാണില്ല. പിന്നെ എനിക്ക് ആ പനീറും മട്ടറും കൂടെ കുറച്ച് അധികം അളവുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ആ അളവിൻ്റെ അനുസരിച്ചാണ് ഞാനിപ്പോൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര അളവാണോ പനീറും ഒക്കെ എടുക്കുന്നത് ആ അളവിനനുസരിച്ച് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി മെയിനാണ്. അത് ഉറപ്പായിട്ടും ചേർക്കണം, അത് ഒഴിവാക്കരുത്.
ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഈ സമയത്ത് ഇടുന്നത് ഞാൻ ആ തണ്ടൊക്കെ നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ആ പച്ച കടിക്കുകയില്ല തണ്ടൊക്കെ. ഇപ്പോൾ മല്ലിയിലയും വാടി വന്നിട്ടുണ്ട്. ഇനി ആ നുറുക്കി വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ തക്കാളി. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചങ്ങ് വയ്ക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കിന് തക്കാളി നന്നായിട്ട് വഴണ്ടിരിക്കട്ടെ. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. തക്കാളി വഴണ്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് കുഴഞ്ഞു പോവണ്ട, തക്കാളി അങ്ങ് ഉടഞ്ഞു പോവണ്ട, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീറും ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പനീർ ഇട്ട് കൊടുത്തു. ഇനി ആ ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. ഇങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചങ്ങ് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവായിരുന്നു. പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എരിവ് എല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുമുണ്ട്. പനീറിന് നമ്മൾ പിരിയമുളക് ചേർത്ത കാരണം നല്ല കളറും ഉണ്ട്, കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ പനീറും ഒക്കെ എടുക്കുന്നതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് മസാലകളുടെയൊക്കെ അളവ് വ്യത്യാസം വരുത്തണം. ഇനി നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ നീര് മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങയുടെ നീര്. ഇപ്പോൾ തക്കാളിയൊക്കെ പുളിയുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ പുളി കുറഞ്ഞ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഒരു നാരങ്ങയുടെ നീരങ്ങ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നാരങ്ങ നീരൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പനീർ ബുർജിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മട്ടർ പനീർ ബുർജി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അതിൻ്റെ കൂടെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് നന്ദി.